2 വർഷം ദൈർഘ്യമുള്ള ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി, 1 വർഷം ദൈർഘ്യമുള്ള അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടി ആൻഡ് കോസ്മെറ്റോളജി, സർക്കാർ അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സ് എന്നിവയിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായോ താഴെ കാണുന്ന നമ്പറിലോ ബന്ധപ്പെടുക. കാളികാവ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ കയറി ജീവനക്കാരെ ആക്രമിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികളും ജീവനക്കാരും പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കുപ്പനത്ത് റഹ്മത്തുള്ള എന്നയാൾക്കെതിരെ പോലീസ് നടപടി വൈകുന്നു എന്ന് ആരോപിച്ചാണ് മാർച്ച് നടത്തിയത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അലക്സ് ഉദ്ഘാടനം ചെയ്തു. നിരവധി കേസുകളിൽ പ്രതിയായ റഹ്മത്തുള്ളക്കെതിരെ കാപ്പ ചുമത്തി തുറങ്കിലടക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ രാജ്യത്ത് കാപ്പ എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. കേരള ആന്റി കറപ്ഷൻ പ്രിവെൻഷൻ ആക്ട് എന്ന് പറയുന്ന അഴിമതിക്ക് ഈ നാട്ടിൽ ജനങ്ങളുടെ സ്വൈര ജീവിതം ഇല്ലാതാക്കുന്ന, ജനങ്ങൾക്ക് നാടിനും ഒരു ശല്യമായി മാറുന്ന അത്തരത്തിലുള്ള വ്യക്തികളെ അറസ്റ്റ് ചെയ്ത് തുറങ്കലിലടക്കാൻ ഈ രാജ്യത്ത് കൊണ്ടുവന്ന നിയമമാണ് കാപ്പ എന്ന് പറയുന്നത്. പോലീസിനോട് ഞങ്ങൾ പറയുന്നു, കാപ്പ നിയമം സാധാരണഗതിയിൽ എടുക്കേണ്ടത് ഒരു വ്യക്തിയുടെ പേരിൽ 3-ലധികം കേസ് വരുമ്പോ, ഒരു വ്യക്തി ഒരു നാടിന് നിരന്തരമായി ശല്യമായി മാറുമ്പോ വെയിലബിൾ പോലുമില്ലാതെ അതാത് സ്റ്റേഷൻ പോലീസിന് ഇത്തരത്തിലുള്ള വ്യക്തികളുടെ പേരിൽ എടുക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഒരു വകുപ്പാണ് കാപ്പ. ഈ തൊഴിലാളികളെ, ഈ നാടിനെ സാക്ഷി നിർത്തി ഞങ്ങൾ പറയുന്നു, ഈ നാടിന് ശാപമായ റഹ്മത്തിനെതിരായി കാപ്പ നിയമം ചുമത്തി കേസെടുത്തേ പറ്റുള്ളൂ. ഇത് ഈ നാടിന്റെ ആവശ്യമാണ്. അതേപോലെ തന്നെ പഞ്ചായത്ത് ഓഫീസ് കടന്നാക്രമിച്ച് അവിടുത്തെ ഫയലുകൾ നശിപ്പിച്ച് അവിടുത്തെ പ്രധാനപ്പെട്ട 2 ഉദ്യോഗസ്ഥന്മാരെ, എയും അതുപോലെ തന്നെ ഓവർസിയറേയും ഷേഖിനെയും അഷ്റഫ് അലിയെയും അവരെ കൊല്ലാനടക്കം ശ്രമം നടത്തി. പോലീസിനോട് ഞങ്ങൾ പറയുന്നു, ഇത് കേവലം ഒരു പെറ്റി കേസിട്ട് ഒഴിവാക്കാം എന്ന് കരുതരുത്. ഒരു പൊതുസ്ഥാപനം, സർക്കാർ സ്ഥാപനം അവിടുത്തെ ഫയലുകളും ബന്ധപ്പെട്ട സ്ഥലത്തും നശിപ്പിച്ചാൽ അവർക്കെതിരായി PDPP ആക്ടിട്ട് നോൺ വെയിലബിൾ വകുപ്പിട്ട് അറസ്റ്റ് ചെയ്ത് തുറങ്കലടക്കം. തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും ജീവനക്കാരുടെയും സംയുക്ത യൂണിയനുകളുടെ നേതൃത്വത്തിൽ കാളികാവിലെ സർവകക്ഷി പാർട്ടികളുടെയും പിന്തുണയോടെയാണ് മാർച്ച് നടത്തിയത്. കാളികാവ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞു. പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്താൻ അനുമതി ലഭിക്കാത്തതിനാലാണ് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ചിൽ ശക്തമായ പ്രതിഷേധമാണ് തൊഴിലാളികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. CPM നേതാവ് N നൌഷാദ്, മുസ്ലിം ലീഗ് നേതാവ് അബ്ദുറഹ്മാൻ അജച്ചവടി, തൊഴിലുറപ്പ് സംഘടനയുടെ സംസ്ഥാന ജില്ലാ നേതാക്കളായ ഷാഫി പെരുവള്ളൂർ, മുഹമ്മദ് ആഷിഖ് തറേങ്ങൽ, ജയേഷ് അമരമ്പലം, അജ്മൽ ചോക്കാട്, മോഹൻദാസ് അമരമ്പലം, ഷഫീഖ് കരുളായി തുടങ്ങിയവർ പ്രസംഗിച്ചു. നമുക്കറിയാം, മണിക്കൂറുകൾ കഴിഞ്ഞു, ദിവസങ്ങൾ പിന്നിട്ടു. എന്നാൽ കാളികാവിലെ പോലീസിന് ഇതുവരെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല. ഞങ്ങളൊന്ന് പരിശോധിച്ചു നോക്കി. ഈ വിഷയത്തിന് ശേഷം ആരാണ് ഈ കൊടികുത്തിയ ആളെന്ന് പരിശോധിച്ചു നോക്കി. അപ്പൊ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു. നമ്മുടെ പത്രമാധ്യമങ്ങളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും, സ്വന്തം മാതാപിതാക്കളെ പച്ചയായി ആക്രമിച്ച ഒരു തെമ്മാടിയാണ് ഇദ്ദേഹം എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു യുവതിയെ ബലാത്സംഗത്തിന് ശ്രമിച്ച കേസിലെ പ്രതിയാണ് ഇദ്ദേഹം എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു. എന്തിനധികം പറയുന്നു, ഒരു ട്രാൻസ്ജെൻഡർ വുമനെതിരെ പീഡനം നടത്തിയ കേസിലെ 1-ാം പ്രതിയാണ് ഈ തെണ്ടി എന്ന് ഞങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഇന്നിവിടെ ഞങ്ങൾ 100 ആളുകൾ മാത്രമേ ഉള്ളൂ. എന്നാൽ ഞങ്ങളാരും അങ്ങനെ ചെറുതായി കാണണ്ട. ആയിരക്കണക്കിന് വരുന്ന ജീവനക്കാരും ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലാളികളുമുള്ള ഒരു മഹാപ്രസ്ഥാനമാണ് ഞങ്ങളെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ശനിയാഴ്ച രാവിലെയാണ് പഞ്ചായത്ത് ഓഫീസിൽ ആക്രമണം നടത്തിയത്. വിവരാവകാശ നിയമത്തെ ദുരുപയോഗം ചെയ്ത് ഉദ്യോഗസ്ഥരെയും മറ്റും ജോലി ചെയ്യാൻ പോലും അനുവദിക്കാതെ പണം തട്ടിപ്പ് നടത്തുകയാണ് ഇയാളുടെ സ്ഥിരം പരിപാടിയെന്നും നേതാക്കൾ പറഞ്ഞു.
തൊഴിലുറപ്പ് ജീവനക്കാരായ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഏലച്ചോല ഇസ്ഹാഖ്, ഓവർസിയർ ഷറഫലി എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ പോലീസ് കേസെടുത്തതോടെ റഹ്മത്തുള്ള ഒളിവിൽ പോയതായിട്ടാണ് വിവരം. തൊഴിലുറപ്പ് സംഘടനകളുടെ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലും പഞ്ചായത്ത് ഓഫീസിലും നിവേദനങ്ങൾ നൽകുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാളികാവ്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.